ചെമ്പനീർ പൂവിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ രേവതിയുടെ അനിയത്തി ദേവു ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോട് കൂടെ പാസ്സാവുന്നത് കണ്ടത് രേവതിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. രേവതി ആ ഒരു സന്തോഷം രവീന്ദ്രനായിട്ട് പങ്കുവെക്കുന്നുണ്ട്. രേവതി വന്ന് പറയുന്നുണ്ട്, അച്ഛാ എന്റെ അനിയത്തി ഡിഗ്രി ഫസ്റ്റ് ക്ലാസ്സോട് കൂടെ തന്നെ പാസ്സായി. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഡിഗ്രി പാസ്സാവുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി സന്തോഷം കൊണ്ട് ഇങ്ങനെ കരയും. അപ്പൊ സച്ചി പറഞ്ഞിട്ട്, അതെ അച്ഛാ ദേവു ഡിഗ്രി പാസ്സായത് വലിയ കാര്യം തന്നെയാണ് എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതെ അതെ അത് വലിയ കാര്യം തന്നെയാണ്, സന്തോഷമായി മോളെ എനിക്ക്. ഇതിനെല്ലാത്തിനും കാരണക്കാരി നീയാണ്. അച്ഛന്റെ മരണത്തിന് ശേഷം ആ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് നീയല്ലേ മോളെ. ആ മനുഷ്യന്റെ ആത്മാവേതാലും ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് പറയട്ടെ രവീന്ദ്രൻ. ഇതൊന്നും അറിയാതെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത്, ചന്ദ്രമതി നീ അറിഞ്ഞോ ഒരു സന്തോഷ വാർത്തയുണ്ടായി എന്ന് പറയുന്ന സമയത്തിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, എന്താണ് സന്തോഷ വാർത്ത, നിങ്ങളുടെ പെൻഷൻ കാശ് കൂട്ടിയോ എന്ന് ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, കാശ് വാങ്ങുന്നത് മാത്രമാണ് ചന്ദ്രൻ നിനക്ക് വലിയ കാര്യം. അതിനേക്കാൾ വലിയ കാര്യമാണ് ചന്ദ്രൻ ഞാൻ പറയാൻ പോകുന്നത്. നമ്മുടെ രേവതിയുടെ അനിയത്തിയിലെ ദേവു അവൾ ഡിഗ്രി പാസ്സായി. എന്നാൽ രവീന്ദ്രന്റെ വാക്ക് കേട്ടുകൊണ്ടതിന് ചന്ദ്രമതിയുടെ സന്തോഷം അങ്ങനെ അവസാനിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ഇതാണോ ഇപ്പൊ ഇത്ര വലിയ കാര്യം, ഡിഗ്രി വാങ്ങിച്ചിട്ട് ഇപ്പൊ എന്താ കാര്യം, വീട്ടിൽ വെറുതെ ഫ്രെയിം ചെയ്ത് വെക്കാം, അല്ലാതെ ഇപ്പോൾ അവളൊക്കെ ഡിഗ്രി പഠിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാ നല്ല കാര്യത്തിനും നീ എന്തിനാ ചന്ദ്രമതി ഇങ്ങനെ കുറ്റം പറയുന്നത്. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, അതെ അച്ഛ അമ്മയുടെ നാക്ക് അങ്ങനെ തന്നെയാണ്, മോശം കാര്യങ്ങൾ മാത്രമേ അമ്മയുടെ നാക്കിൽ നിന്നും പുറത്തേക്ക് വരികയുള്ളൂ. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞിട്ട്, കഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഡിഗ്രി പാസ്സായി, അതിനെ പറ്റിയിട്ട് നിനക്ക് എന്തെങ്കിലും ഒരു നല്ല വാക്കൊന്നും പറയാനല്ലേ ചന്ദ്രയെന്ന് ചോദിക്കും. രേവതി നീ നിന്റെ പഠിപ്പ് പോലും നിർത്തിവെച്ചിട്ടല്ലേ അവളെ പഠിപ്പിച്ചത്, എന്നിട്ടിപ്പോ അവൾ നല്ല മാർക്കിൽ തന്നെ പാസ്സായില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഓ ഇതിപ്പോ ഇത്ര വലിയ കാര്യമാണോ, പണ്ടൊക്കെ ആണെങ്കിൽ ഡിഗ്രി വാങ്ങിക്കുന്നതൊക്കെ വലിയ കാര്യമായിരുന്നു, ഇപ്പൊ പിന്നെ അങ്ങനെയൊന്നുമില്ല, വെറുതെ 4 ദിവസം കോളേജിലൊക്കെ ഒന്ന് പോയാൽ മതി ഡിഗ്രി കിട്ടാൻ. ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്നത് കേട്ടുകൊണ്ടതിന് സച്ചി പറഞ്ഞിട്ട്, അമ്മ ഒരു മിനിറ്റ് അവിടെ നിൽക്ക്, എന്നിട്ട് ഈ വെള്ളം ഒന്ന് കുടിക്ക്. അമ്മക്കാണിപ്പോ വയറെരിയുന്നത്, ഇത് കുടിച്ചാൽ വയറെരിച്ചിലങ്ങ് മാറിക്കോളും. അന്നേരം രവീന്ദ്രൻ പറയുന്നുണ്ട്, ഇവളുടെ വയറെരിയുന്നതിന് ഈ വെള്ളമൊന്നും തികയില്ലടാ. അങ്ങനെ രവീന്ദ്രനും കളിയാക്കുന്നത് കേട്ടുകൊണ്ടതിന് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല അവൾ ഡിഗ്രി വാങ്ങിയതിന് എന്തിനാ എന്റെ വയറെരിയുന്നത്, നിങ്ങളും അവന്റെ കൂടെ ചേർന്നിട്ട് എന്നെ കളിയാക്കുന്നോ എന്ന് ചോദിക്കാണ് ചന്ദ്ര. ഇത് കേട്ടുകൊണ്ടതിന് ശ്രുതി വന്ന് പറഞ്ഞിട്ട്, ഇക്കാലത്ത് അങ്ങനെ ഡിഗ്രി വാങ്ങിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല അമ്മേ, ഒരു ഡിഗ്രി വാങ്ങിക്കുന്നതാണോ ഇത്ര വലിയ കാര്യം, എന്നെ പോലെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് 4 ഡിഗ്രി വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യം എന്നെങ്കിലും പറയാമായിരുന്നു എന്ന് പറയട്ടെ ശ്രുതി. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, ഓ പിന്നെ ജോലിക്ക് പോവാതെ ചുമ്മാ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവനല്ലേ നീ, എന്നാ ദേവു അങ്ങനെയാണോ, അവള് കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടാണ് ഡിഗ്രി വാങ്ങിച്ചത്, അതിലൊക്കെ എന്റെ ഭാര്യയുടെ ത്യാഗമുണ്ടടാ, നിന്നെ പോലത്തെ ആൾക്കാർക്ക് പഠിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടൊന്നും കാണില്ല, എന്നാ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുടുംബത്തിന്റെ കഷ്ടപ്പാടൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ശ്രുതിയുടെ വാക്ക് കേട്ടുകൊണ്ടതിനെ ശ്രുതി പറയുന്നത്, ശ്രുതി നീ ഇതിങ്ങനെ സാധാരണ പോലെ മാത്രം സംസാരിക്കല്ലേ, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നും ഒരു പെൺകുട്ടി കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി വാങ്ങിക്കുന്നത് അത് വലിയ കാര്യം തന്നെയാണ്, അതുകൊണ്ട് നീ ഇതിന് വില കുറച്ച് കാണരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശ്രുതിനെ വിലക്കാണ് ശ്രുതി. അന്നേരം സച്ചി പറഞ്ഞിട്ട്, എടാ നോക്കടാ, നിന്റെ ഭാര്യ പാർലർ അമ്മക്ക് പോലും കാര്യം മനസ്സിലായി, എന്നിട്ട് പോലും നിനക്കതിപ്പോഴും മനസ്സിലായില്ലല്ലോ, ദൈവം ഏതായാലും ഇനിയും പഠിക്കണം, അവളെ ഇനി എത്ര പഠിപ്പിക്കാൻ വേണമെങ്കിലും ഞാൻ തയ്യാറാണ്, അതിനു വേണ്ടിയിട്ട് എന്നെ എത്ര കാശ് പോയാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല, അവളോട് പറഞ്ഞേക്ക് ഞാനോ അന്ന് പഠിച്ചില്ല, അതിനൊരുത്തൻ കാരണമായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുധീനെ എങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുകയാണ് സച്ചി. ഇവരുടെ സംസാരം കേട്ടുകൊണ്ടായിരിക്കട്ടെ വർഷയും ശ്രീകാന്തും അങ്ങോട്ടേക്ക് വരുന്നത്. ശ്രീകാന്ത് പറയുന്നത്, സൂപ്പർ ആയിട്ടുണ്ട് ഏട്ടത്തി, കൺഗ്രാചുലേഷൻസ് പറയാൻ വേണ്ടിയിട്ട് ശ്രീകാന്ത് പറയുന്ന സമയത്തിന് വർഷ പറഞ്ഞിട്ട്, നമുക്ക് തന്നെ നേരിട്ട് കോൾ ചെയ്തിട്ട് പറയാം ശ്രീകാന്തേ, കാരണം അമ്മയെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് അവൾ പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊടുത്തിന് ഡിഗ്രി കംപ്ലീറ്റ് ആക്കിയത്, അവൾ ഏതായാലും പഠിച്ച് പാസ്സായില്ലേ, റിയലി ഗ്രേറ്റ്. രേവതി ഏട്ടത്തി നിങ്ങളും പണ്ട് ചെറുപ്പത്തിൽ നന്നായിട്ട് പഠിക്കുമെന്ന് അങ്കിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഏട്ടത്തിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണല്ലേ അന്ന് പഠിത്തം നിർത്തിയത്. അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതെ ആ നല്ല മനസ്സാണ് ഇവൾക്ക് ഇത്രമാത്രം നേട്ടമുണ്ടാക്കി കൊടുത്തത് എന്ന് പറയാണ് രവീന്ദ്രൻ. നീ നിന്റെ സ്റ്റൈലിൽ ഒരു ബിരിയാണി ഉണ്ടാക്ക്, വീട്ടിൽ വെച്ച് തന്നെ നമുക്കിത് ആഘോഷകരമാക്കണമെന്നൊക്കെ പറയാട്ടോ രവീന്ദ്രൻ. ഇത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ല അവള് പാസ്സായതിന് ഈ വീട്ടിലെന്തിനാ ബിരിയാണി ഉണ്ടാക്കുന്നത്, ബിരിയാണി വേണമെങ്കിൽ അവൾ അവളുടെ വീട്ടിൽ ഉണ്ടാക്കട്ടെ എന്നിങ്ങനെ ചന്ദ്രമതി പറയുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട്, ദേവു ഈ ഫാമിലിയിലെ ഒരു അംഗം തന്നെയല്ലേ, അവള് പാസ്സായാലും നമുക്കൊരു പ്രൗഡ് ഫീൽ അല്ലേ എന്ന് ചോദിക്കാട്ടെ വർഷ. അപ്പോൾ ഇതൊക്കെ വലിയ വിഷയമാണ് മോളെ എന്നിങ്ങനെ ചന്ദ്രമതി ചോദിക്കുന്ന സമയത്തിന് വർഷ പറയുന്നുണ്ട്, ഡിഗ്രി വാങ്ങിക്കുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ് ആന്റി, ഒരു തവണയെങ്കിലും ആന്റി ഇത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ഫീൽ എത്രമാത്രമാണെന്ന് ആന്റിക്ക് മനസ്സിലായേനെ. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, അതൊന്നും പറഞ്ഞാൽ ഇവൻക്ക് മനസ്സിലാവില്ല, ഈ ഓട്ടുകാലിയില്ലേ അവൻ പാസ്സായ മാത്രമേ എന്റെ അമ്മക്ക് സന്തോഷാവുള്ളൂ, ഇവനല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ പഠിപ്പ് പഠിച്ചവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് സച്ചി ഇങ്ങനെ ശ്രുതിയെ കളിയാക്കി സംസാരിക്കും. ഇത് കേട്ടുകൊണ്ടതിന് ശ്രുതി പറയുന്നതിന്, സച്ചി വേണ്ട, അവള് പാസ്സായത് എനിക്കും സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതിന് നീ എന്റെ ശ്രുതിയെ ഇൻസൾട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് ശ്രുതി സച്ചിയോട് ദേഷ്യപ്പെടും. ശ്രീകാന്ത് പറഞ്ഞിട്ട്, വർഷ നീ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ എല്ലാവർക്കും ബിരിയാണി ഉണ്ടാക്കി തരാം, ഏടത്തി നിങ്ങൾ ഇന്ന് ലീവ് എടുത്തോ,
എന്നാൽ ശ്രീകാന്തിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് രേവതിക്ക് ഒരുപാട് സന്തോഷം തോന്നും. അപ്പോൾ വർഷ പറയുന്നുണ്ട്, അത് മാത്രം പോരെ ശ്രീ, ദേവുവിന് നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കേണ്ടേ? അവൾ ഒരുപാടധികം ബുദ്ധിമുട്ടിയതില്ലേ, നമുക്ക് അവൾക്കൊരു വാച്ച് വാങ്ങിച്ചു കൊടുത്താലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്തും അതിന് സമ്മതിക്കും. എന്നാൽ ഇത് കേട്ടുകൊണ്ട് തന്നെ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, വർഷേ അവൾ എന്താ പഠിച്ചിട്ട് വല്ല കളക്ടറുമായിട്ടുണ്ടോ? അവൾക്ക് എന്തിനാ നീ ഇങ്ങനെ വിലപിടിപ്പുള്ള വാച്ചൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഇങ്ങനെ കളിയാക്കി സംസാരിക്കും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത്? കളക്ടറായാൽ മാത്രമേ സമ്മാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നുണ്ടോ? അവരുടെ സന്തോഷത്തിന് അവരത് വാങ്ങിച്ചു കൊടുത്തോട്ടെ, അതിനിപ്പോ നിനക്കെന്താ പ്രശ്നം? അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇവിടെ ആരും കേൾക്കില്ലല്ലോ, മാറി നിൽക്കട അവിടെ നിന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അവിടെ നിന്നങ്ങ് എഴുന്നേറ്റ് പോവും. എന്നിട്ട് അന്ന് രാത്രിയായ സമയത്തിന് ശ്രീകാന്ത് കിച്ചണിൽ കയറിക്കൊണ്ട് തന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരിക്കട്ടെ അത്, പക്ഷേ അത് കഴിക്കാൻ ചന്ദ്രമതി മാത്രം തയ്യാറാവുന്നില്ല. ദേവുവിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ബിരിയാണിയാണ് എന്നറിഞ്ഞത് കൊണ്ട് തന്നെ ആയിരിക്കട്ടെ ചന്ദ്രമതി ഇത് കഴിക്കാതെ വാശി പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ ഇതും കണ്ടുകൊണ്ട് തന്നെ രവീന്ദ്രൻ പറഞ്ഞിട്ട്, ചന്ദ്രൻ എന്തായാലും ഇത്ര മാത്രം വാശിയൊന്നും പാടില്ല, നിനക്ക് വേണ്ടി ഏതായാലും ശ്രീകാന്തിന് പ്രത്യേകം ഫുഡൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. രേവതി മോൾ ഏതായാലും ഇനി ഇന്ന് അടുക്കളയിലേക്കും കയറാൻ പോകുന്നില്ല, അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്, ഇത് കഴിച്ചിട്ട് പോയെന്ന് പറയും. എന്നാലും ചന്ദ്രമതി ആവട്ടെ ആ ഒരു ബിരിയാണി കഴിക്കില്ല എന്ന വാശിയിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞിട്ട്, അച്ഛ അമ്മ എങ്ങനെ നിർബന്ധിക്കണ്ട, അമ്മക്ക് വേണ്ടെങ്കിൽ വേണ്ട, ആർക്കും വേണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ. രേവതി നീ ഇവിടെ ഇരിക്ക്. ശ്രീകാന്ത് നീ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി ഏതായാലും സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്, പാവം അമ്മയ്ക്ക് ഏതായാലും അത് കഴിക്കാനുള്ള യോഗമില്ലാതെയായി. അന്നേരം രേവതി പറഞ്ഞത്, സച്ചേട്ടാ നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീകാന്തും വർഷയും കൂടി വാച്ച് ഗിഫ്റ്റായിട്ട് ദേവുവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്നുണ്ടല്ലോ, അപ്പോൾ ബാക്കി വന്നിരിക്കുന്ന ഈ ഒരു ബിരിയാണി നമുക്ക് അമ്മക്കും ദേവുവിനായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിടാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സച്ചി സമ്മതിക്കുന്ന സമയത്തിന് ശ്രീകാന്തും വർഷയും ദേവുവിന്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് ബാക്കി വന്ന ബിരിയാണി എല്ലാം തന്നെ രേവതി പാക്ക് ചെയ്തിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു വിടുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി ചന്ദ്രമതിക്ക് ഭക്ഷണം കഴിക്കാതെ ഉറക്കം പോലും വരുന്നില്ല. പയ്യെ ആരും കാണാതെ കിച്ചണിലേക്ക് വന്നിട്ട് പാത്രമൊക്കെ തുറന്നു നോക്കുന്ന സമയത്തിന് അതിലിരുന്ന ബിരിയാണിയൊന്നും കാണുന്നില്ല. ബിരിയാണി പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും അവിടെയൊന്നും കാണുന്നില്ല കേട്ടോ. ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ വിശന്ന് വരഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യം വരികയാണ്. എന്നിട്ട് ദേഷ്യം വന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നതിന്, ഷോ ഇനി ഞാൻ എന്ത് കഴിക്കും? അവർ നേരത്തെ നിർബന്ധിച്ച സമയത്ത് അവരുടെ കൂടെ ആ ബിരിയാണി അങ്ങ് കഴിച്ചാൽ മതിയായിരുന്നു. ആ രേവതിയാണെങ്കിൽ ഇന്ന് ഫുഡ് പോലും ഉണ്ടാക്കാതെ നേരത്തെ തന്നെ കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പിന്നെ അവളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഈശ്വര എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായെങ്കിൽ ഇതേപോലെ തന്നെ അപ്കമിങ് റിവ്യൂസും ഡെയിലി റിവ്യൂസും ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.